ആരാധനകളിലും പെരുന്നാൾ ശുശ്രൂഷകളിലും നേർച്ച കാഴ്ചകളിലും പ്രീതിപ്പെടുകയും സ്വർഗീയ തുറമുഖത്തേക്ക് നിങ്ങളെ ഏവരെയും ആനയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോത്രപിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ആത്മീക ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും വാഴ്ത്തി അനുഗ്രഹിച്ചവനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ കുടുംബ ജീവിതത്തെയും നിങ്ങളുടെ ഭവനങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും മക്കളെയും കൊച്ചുമക്കളെയും നിങ്ങളുടെ സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ചർച്ചക്കാരെയും നിങ്ങളുടെ ഇടവകയെയും ഇടവക ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഈ നാടിനെയും ദേശത്തെയും ദേശനിവാസികളെയും അദൃശ്യമായ ആളിപ്പാടുള്ള വലതുകരം നീട്ടി അനുഗ്രഹിക്കുകയും സ്വർഗീയ സമാധാനവും ദിവ്യമായ സന്തോഷവും കൊണ്ട് നിങ്ങളെ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളുടെ അധ്വാനങ്ങളെയും വസ്തുവകകളെയും ആദായങ്ങളെയും നിങ്ങൾ നന്മയായി ഇടങ്കൈകൊണ്ടും വലങ്കൈകൊണ്ടും സമ്പാദിക്കുന്ന സകലത്തെയും 30-ആയും 60-ആയും 100-ആയും വാഴ്ത്തി വർദ്ധിപ്പിക്കുകയും പ്രകാശത്തിന്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും നല്ല അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. എന്റെ നീതി കൊണ്ട് വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്ന് അരുളി ചെയ്തവനായ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാ ഭയത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ശക്തിക്കപ്പുറമായ എല്ലാ നമ്പരങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും യുദ്ധങ്ങളിൽ നിന്നും ക്ഷാമത്തിൽ നിന്നും എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നിങ്ങളെ കാത്ത് സൂക്ഷിച്ച് പരിപാലിക്കുകയും നന്മയും സുപ്രസാദമുള്ള അനുഭവങ്ങൾ കൊണ്ട് നിങ്ങളെ ധന്യരാക്കുകയും ചെയ്യുമാറാകട്ടെ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം എന്ന അവകാശമാക്കിക്കൊള്ളുവിനെന്ന് വലതുഭാഗത്തുള്ളവർ അരുളി ചെയ്യുന്ന സ്വർഗീയമായ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് വിശ്വാസികളായി നിങ്ങൾ വാങ്ങിപ്പോയവർക്കും ദൈവമായ കർത്താവ് സംഗതി വരുത്തുമാറാകട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും നിങ്ങളേവരോടും കൂടെ സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആയത് ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയാമ്മയുടെയും വിശുദ്ധ യോഹന്നാൻ മാർത്താനയുടെയും സക്കറിയാ പുരോഹിതന്റെയും എലിസബെത്തിന്റെയും മറിയൗസേപ്പ് പുണ്യവാളന്റെയും പരിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെയും പരിശുദ്ധ അന്ത്രയോസ് ശ്ലീഹായുടെയും ഭാരതത്തിന്റെ അപ്പോസ്തലനും മലങ്കര സഭയുടെ സ്ഥാപകനും ഈ ദേവാലയം ആരുടെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, ഈ ദേവാലയം ഈ ദിവസങ്ങളിൽ ആരുടെ ഓർമ്മ പെരുന്നാൾ ആചരിച്ചു വരുന്നുവോ, ആ പുണ്യവാനും പരിശുദ്ധനുമായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെയും വിശുദ്ധ സ്തേഫാനോസ് സഹോദരന്മാരുടെയും മാർ ബെഹനാവ് സഹോദരന്മാരുടെയും സഹോദരി സാറയുടെയും കൂട്ടുസഹോദരന്മാരുടെയും മാർ കുര്യാക്കോസ് സഹോദരന്മാരുടെയും മർത്ത യൂലിത്തിയുടെയും മാർ ഗീവരീസ് സഹോദരന്മാരുടെയും പരിശുദ്ധ സഭയുടെ മൽപ്പാന്മാരായ മാർ അബ്രഹാമിന്റെയും മാർ ബാലായുടെയും മാർ ഇസ്ഹാക്കിന്റെയും മാർ യാക്കോബിന്റെയും കപ്പദോക്യൻ പിതാക്കന്മാരായ മാർ ബസേലിയോസിന്റെയും മാർ ഗ്രിഗോറിയോസിന്റെയും മാബൂക്കിലെ മാർ പീലക്സീനോസിന്റെയും കോതമംഗലത്ത് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് എൽദോ ബാബാ തിരുമേനിയുടെയും പരിശുദ്ധ പരിമല മാർ ഗ്രിഗോറിയോസ് പുണ്യവാളന്റെയും പരിശുദ്ധ വട്ടശ്ശേരി മാർ ദിവന്യാസസ് പിതാവിന്റെയും ശേഷം സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ